നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റിയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഓസിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുന്നത്. ഇപ്പോൾ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എ മോഷൻ ഇൻ വിച്ച് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് ടു ആൻഡ് ഫ്രം മോഷൻ അബൌട്ട് എ മീൻ പൊസിഷൻ അണ്ടർ എ റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതായത് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ആ പാർട്ടിക്കിൾ, അതായത് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ പെൻഡൽ എടുക്കുകയാണെങ്കിൽ, സിമ്പിൾ പെൻഡൽ എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ പെൻഡൽ ഇത് ബോവാണ് അസ്യൂം ചെയ്യുക. ഇതെന്തായാലും ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുമല്ലോ, രണ്ട് പൊസിഷൻസ് ഉണ്ട്. ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യും. മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതാണ് മീൻ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഫോഴ്സിന്, അതായത് വെറും ഫോഴ്സ് അല്ല, ഇവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ആ പ്രൊപ്പോർഷണലാണ്, അതാണ് ക്രൈറ്റീരിയ. അങ്ങനെയാണെങ്കിലാണ് ആ മോഷൻ എന്താവുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുന്നത്. അപ്പോൾ നമ്മൾ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ്. ഇത് ഹുക്സ് ലോയിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇവിടുന്ന് എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും. കെ എന്നാണ് വിളിക്കുന്ന പേര് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ് വിളിക്കുന്നത്. നമ്മളെ പേര് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് എന്തായിരിക്കും? കെ എന്ന് പറയുന്നത് എന്താണ്? എഫ് ബൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു ക്രൈറ്റീരിയ, അതായത് ഇവിടുന്ന് നമുക്ക് വേറെ സംഭവം ഉണ്ടാകാം. അതായത് എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം എഫ് എന്ന് പറയുന്നത് എം എ ആണ് എന്നറിയാം. അപ്പോൾ എം എ എന്താവും? എം എ ഈക്വൽ ടു മൈനസ് കെ എക്സ് വരും. അവിടുന്ന് എ ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ആക്സലറേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു ക്രൈറ്റീരിയങ്ങളുണ്ട്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്തായിരുന്നു? ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരുന്നു. അതേപോലെ തന്നെ അവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും ആണെങ്കിൽ മാത്രമാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുന്നത്. പിന്നെ നമുക്കറിയാം മീൻ പൊസിഷനിൽ വന്ന ശേഷം എക്സ്ട്രീം പൊസിഷനിൽ പോവുക, റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ അതേപോലെ തന്നെ പിന്നെ ഒരു ഓസിലേറ്ററി മോഷൻ ആയിരിക്കണം സിമ്പിൾ ഹാർമോണിക് മോഷൻ. അങ്ങനെയൊക്കെയാണല്ലോ ക്രൈറ്റീരിയാസ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ്. എം എ എന്ന് പറയുന്നത് കാണാനല്ലേ? എം എ എന്ന് പറയുന്നത് മൈനസ് കെ എക്സ് ആണ് നമുക്കറിയാം. അപ്പം എം ഇൻറ്റു നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അതായത് ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡി എക്സ് ബൈ ഡി ടി ആണ് നമുക്കറിയാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പം ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി. അപ്പം ആക്സലറേഷൻ കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇതാണല്ലോ എന്ത്? ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പം എയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇനി ഇവിടുന്ന് ഞാൻ ആ എം അങ്ങ് അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് എന്ന് വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അതായത് ഈ കെ ബൈ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയറിന് ഈക്വലാണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തിരിക്കുക. കെ ബൈ എമ്മിൻ്റെ വാല്യൂ ഒമേഗ സ്ക്വയറിന് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ലെഫ്റ്റിൽ പോകുമ്പോൾ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇതാണ് സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പം നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണല്ലോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പം അതിനൊരു സൊല്യൂഷൻ കാണണം. ഒരു ഇക്വേഷൻ വന്നാൽ അതിനൊരു സൊല്യൂഷൻ കാണണമല്ലോ. അപ്പം ഇക്വേഷൻ വന്നപ്പോൾ സൊല്യൂഷൻ വെച്ചാൽ എന്താണ്? അവിടുത്തെ വേരിയബിളിൻ്റെ വാല്യൂ ആണ്. അതായത് ഇവിടെ ഇപ്പോൾ നോർമൽ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ അവിടുത്തെ എക്സിൻ്റെ വാല്യൂ ആണ് അതിൻ്റെ സൊല്യൂഷൻ. ഇത് നോർമൽ ഇക്വേഷൻ അല്ല, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ തന്നെയാണ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എപ്പോഴും ഫംഗ്ഷൻസ് ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കും. അത് മാത്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇതൊരു ഫംഗ്ഷൻ ആണല്ലോ, ഇത് ഫംഗ്ഷനാണ്. എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ബാക്കി വാല്യൂസും മാറും. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ. ഇപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കാര്യങ്ങൾ. ഇനി ഞാൻ കുറച്ച് വെലോസിറ്റി അങ്ങനെ ഫോർമുലാസ് ഉണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ് ഞാൻ പറയുകയാണ്. അപ്പം ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർമുലയാണല്ലോ. ഇനി നമുക്ക് വെലോസിറ്റിയുടെ ഫോർമുല. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പം എ എടുക്കുക, പിന്നെ സൈൻ അങ്ങനെ പറഞ്ഞ് പോകും. അപ്പം നമ്മൾ നേരെ ഞാൻ ഫോർമുല അങ്ങ് പറഞ്ഞു വാങ്ങും.
ഓക്കെ, ഇത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നോർമലി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പോൾ കോസ് ഓഫ് ഓക്കെ ഒമേഗ ടി പ്ലസ് ഫൈവ് അതേപോലെ ഉണ്ട്. ഓക്കെ, ഇനി സൈൻ്റെ ഇനി നമ്മൾ ചെയിൻ റൂൾ, നമ്മൾ ഡിഫറൻഷിയേഷനിൽ ചെയിൻ റൂൾ പഠിക്കുന്നതാണല്ലോ. അപ്പോൾ വി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഇൻറ്റു അകത്ത് കിടക്കുന്ന ടേം, അതായത് ഇവിടുത്തെ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ഇൻറ്റു ഒമേഗയാണ്. ഓക്കെ, പിന്നെ ഫൈവ് കോൺസ്റ്റൻ്റ് ആയിട്ട് 0 ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ത് കിട്ടും? വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ കാഷ്വലി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇതിൽ പല കാര്യങ്ങൾ ചെയ്ത ശേഷം നമുക്ക് വേറൊരു ഫോമിൽ വെലോസിറ്റിയുടെ ഫോമുല കിട്ടും. അതെന്ന് പറയുന്നത് അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് വി ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, മൈനസ് ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് വെലോസിറ്റിയുടെ ഫോമുല. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ പൊസിഷനാണ്. ഓക്കെ, ഇത് രണ്ട് ഫോമുലാസ് ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് എപ്പോഴാണ് വെലോസിറ്റി മാക്സിമം ആവുന്നത് മിനിമം ആവുന്നത്? അപ്പോൾ നമുക്കറിയാം ഇവിടെ എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷനാണല്ലോ. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയാൽ എക്സ് ഈക്വൽ ടു 0 ആകുമ്പം കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? വി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. വി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പം എ സ്ക്വയർ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ വി മാക്സ്. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടുന്നത് ഇവിടാണ്. അപ്പോൾ എങ്ങനെ മനസ്സിലായി എനിക്ക് മാക്സിമം വാല്യൂ ഇവിടെ കിട്ടുന്നതെന്ന്? കാര്യം നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നീ എക്സ് 0 ആവാം, അല്ലെങ്കിൽ എന്താവാം? എക്സ് എന്ന് പറയുന്നത് എ ആവാം. ഒന്നീ എക്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷൻ 0 ആവാം, അനങ്ങുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എക്സ് എന്താവാം? ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആവും, അതായത് മാക്സിമം പൊസിഷൻ ഈക്വൽ ആവും. ആംപ്ലിറ്റ്യൂഡിന് എക്സ് ഈക്വലായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഫോമിലേക്കകത്ത് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് എ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെലോസിറ്റി 0 ആയി പോകും. അപ്പോൾ മാക്സിമം വെലോസിറ്റി ഒരിക്കലും 0 ആയി പോകത്തില്ല. അപ്പോൾ വി മാക്സ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴാണ് ഉണ്ടാകുന്നത്? എക്സ് 0 ആവുന്ന സമയത്താണ് ഉണ്ടാകുന്നത്. അത് അറിഞ്ഞാലും കുഴപ്പമില്ല, ജസ്റ്റ് ഫോർമുല ഓർത്തിരിക്കുക. ഈ ഫോർമുല ഓർത്തിരിക്കുക, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ അതേപോലെ മാക്സിമം വെലോസിറ്റി എന്നൊക്കെ ടേംസ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഫോർമുലയാണ് ഉപയോഗിക്കുക, മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്ന സമയങ്ങളിൽ. ഓക്കെ, അതേപോലെ ഇനിയിപ്പം അടുത്ത കേസിൽ നമുക്ക് ആക്സിലറേഷനെ പറ്റി ഡീൽ ചെയ്യാം. അപ്പോൾ ആക്സിലറേഷൻ്റെ ഫോമുല ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. വെലോസിറ്റി ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ഞാൻ അതെന്തായാലും ഡിഫറൻഷ്യേറ്റ് ചെയ്തിരുന്നില്ല, പക്ഷേ നേരെയുള്ള ഫോമുല, നമ്മുടെ ഡയറക്റ്റ് ഫോർമുല എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് ആക്സിലറേഷൻ്റെ ഫോമുല എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആവാൻ ചാൻസ് ഉണ്ട്, എക്സ് ഈക്വൽ ടു എ ആവാനും ചാൻസ് ഉണ്ട്. എക്സ് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കംപ്ലീറ്റ്ലി 0 ആയി പോകും, അത് മിനിമം ആക്സിലറേഷൻ ആയിരിക്കും. അവിടെ ആക്സിലറേഷൻ ഇല്ല. ആ സമയം എക്സ് ഈക്വൽ ടു എ ആകുമ്പോഴോ, എക്സ് ഈക്വൽ ടു എ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ആക്സിലറേഷൻ കിട്ടും, മൈനസ് ഒമേഗ സ്ക്വയർ എ ആണെന്നും ഓർത്തിരിക്കുക. എപ്പോഴാണ് എക്സ് ഈക്വൽ ടു എ ആവുന്ന സമയങ്ങളിൽ. ഓക്കെ, ഇതാണ് മാക്സിമം ആക്സിലറേഷൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ബേസിക്കലി സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ വൺ ടൈം പീരീഡ്. ഓക്കെ, വൺ ടൈം പീരീഡിൽ ഓക്കെ ഡിസ്റ്റൻസ് കവേർഡ് ബൈ അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ബേസിക് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ മിസ്റ്റേക്ക് വരുത്താൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പെൻഡുലം വരയ്ക്കുകയാണ്, പെൻഡുലം തന്നെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് നമുക്കറിയാം പെൻഡുലത്തിൻ്റെ മെയിൻ പൊസിഷനാണ്. ഇതാണ് പെൻഡുലത്തിൻ്റെ എക്സ്ട്രീം പൊസിഷൻ. ഇപ്പോൾ രണ്ട് എക്സ്ട്രീം പൊസിഷൻ ഉണ്ടല്ലോ, റഫായിട്ട് വരയ്ക്കുകയാണ്. രണ്ട് എക്സ്ട്രീം പൊസിഷൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ പെൻഡുലം ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പം ഇത് മാക്സിമം എക്സ്ട്രീം പൊസിഷനാണ്. എക്സ്ട്രീം പൊസിഷൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ എക്സ് ഈക്വൽ ടു എ ആയിരിക്കും, അതായത് അവിടെ ആയിരിക്കും മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നമുക്കറിയാം ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് എ ഡിസ്പ്ലേസ്മെൻറ്റ് പോയി. ഓക്കെ, അതേപോലെ തിരിച്ച് ഇങ്ങോട്ടും വരുമല്ലോ, അങ്ങോട്ട് പോയ സാധനം ഇങ്ങോട്ടും വരണം. അപ്പോൾ അങ്ങോട്ട് എ ആണെങ്കിൽ തിരിച്ചും ഇങ്ങോട്ടും എ ആണ്. അപ്പോൾ മൊത്തം ഇവിടെ ടോട്ടൽ എത്ര ആയി? ടോട്ടൽ 2a ആയി ഈ സൈഡിൽ മാത്രം. ഓക്കെ, ഇനി അങ്ങോട്ട് പോയ ശേഷം ഇവിടെ വന്നു, ഇങ്ങോട്ട് പിന്നെയും പോകും. ഇങ്ങോട്ട് പിന്നെ എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് പോകും, അത് എ ആണ്. ഓക്കെ, അഗെയിൻ പോയ സാധനം തിരിച്ച് ഇങ്ങോട്ട് വരണം, പിന്നെയും എ വരും. സോ അവിടെ 2a. അപ്പം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 2a + 2a, ആൻസർ 4a എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ എ ആയിട്ടുള്ള 4a ആണ് ആൻസർ വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ കറക്റ്റ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ദ ആവറേജ് സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻ വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ. ഒരു കംപ്ലീറ്റ് വൈബ്രേഷനിൽ അത് വിട് എന്തായിക്കോട്ടെ, ആവറേജ് സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM. അപ്പോൾ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ആവറേജ് സ്പീഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ കൈനമാറ്റിക്സിൽ പഠിക്കുന്നതാണ്, സ്ട്രേറ്റ് ലൈൻ മോഷനിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്? ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ്, ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ എന്താണ്, ടോട്ടൽ ടൈമാണ്. ഓക്കെ, ടോട്ടൽ ആയിരിക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടുത്തെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ട് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 4a ആണ്. ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു, 4a ആണ്. ടോട്ടലായിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 4a ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ട് അവിടെ ടൈം പീരീഡ് ആണ്, അത് ക്യാപിറ്റൽ T ആണെന്ന് നമുക്ക് അറിയാം. സോ 4a/T വരുമോ? അപ്പോൾ ഇങ്ങനൊരു ആൻസർ നമുക്ക് ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ എന്തായാലും ഇതിനെ എന്തൊക്കെയോ ചെയ്യണം നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്കറിയാം, നമുക്ക് വേറൊരു കാര്യം, 4a/T ആണ് എന്തെന്ന് പറയുന്നത് ആവറേജ് സ്പീഡ്. ഓക്കെ, ആവറേജ് സ്പീഡ് തന്നെ കേട്ടോ, സ്പീഡ്. ഓക്കെ, ഇത് നമുക്ക് വേറൊരു കാര്യം അറിയാം. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റിയാണ്. ഒമേഗ എന്ന് പറയുന്നത് 2π/T ആണെന്ന് നമുക്കറിയാം. ഞാൻ എന്തുകൊണ്ട് എഴുതാൻ കാര്യം, നമുക്ക് കാര്യം ഓപ്ഷൻസിൽ ഒമേഗ പൈ അതൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഒമേഗ = 2π/T എന്നറിയാം. ഇവിടുന്ന് T = എന്ത് കിട്ടും? 2π/ω എന്ന് കിട്ടും. ഓക്കെ, 2π/ω. ഇവിടുന്ന് Tക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, അപ്പോൾ എന്ത് കിട്ടും? 4a / 2π/ω എന്ന് വരും. അത് ഇൻറ്റു ഒമേഗ നമ്മൾ ക്രോസ് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2ωa/π. ഓക്കെ, ഓപ്ഷൻ ബി ഉണ്ടല്ലോ, അതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പിന്നെ അത് വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്, പക്ഷേ എനിക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ ഇത് രണ്ട് ഞാൻ ചെയ്ത് നിർത്തുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് വെലോസിറ്റി, ആക്സലറേഷൻ, ആ ഒരു ഫോർമുല ബേസ്ഡ് ആണ്. അപ്പോൾ ആ ഫോർമുല ഉറപ്പായിട്ടും മെമ്മറൈസ് ചെയ്യുക. പിന്നെ അതേപോലെ എനർജി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എനർജി ഞാൻ ചെയ്തിട്ടില്ല, പ്രത്യേക ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു സംഭവമാണ്, ഗ്രാഫൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് ലെന്തി ആയി പോകും. അതുകൊണ്ട് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ എനർജിയെ പറ്റി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.